പാതിരാത്രിയായപ്പോൾ പടച്ചവനെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. എന്തേ ദുആ കാണുന്നത്? ഫറഅയ്തു അതാനി മലക്കാൻ, രണ്ട് മലക്കുകൾ കടന്നു വരികയാണ്. കിടന്നുറങ്ങുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, പരലോകത്തുകൂടെ കൊണ്ടുപോവുകയാണ്. മലക്കുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അല്ലാ, കൊണ്ടുപോയത് എവിടെയെന്നറിയുമോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ മുന്നിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതാ പറയുകയാണ്, ഇബ്നു ഉമർ തങ്ങളെ വലിച്ചുകൊണ്ട് നരകത്തിന്റെ മുന്നിലെത്തിയപ്പോ നരകത്തിന്റെ വാതിലടച്ചിരിക്കുകയാ, നരകത്തിന്റെ വാതിലങ്ങടയ്ക്കുകയാ. ഇങ്ങനെ ഒരു സ്വപ്നമാണ് കാണുന്നത്. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് നാളുകളായി സ്വപ്നം കാണുന്നില്ല, ഇന്ന് കാണണമെന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു കാണിച്ചു തന്നത് നരകമാണ്. അല്ലാഹുവേ, അന്ന് സ്വപ്നം കണ്ടത് നരകമാണ്. മുത്തുനബിയോട് പോയി ചോദിക്കാൻ പേടിയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പോയിട്ട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ പേടിയാണ്. കാരണം നരകമല്ലേ കണ്ടത്. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരിയോട് പറയുന്നു, മുത്തുനബിയോട് പോയെന്ന് ചോദിക്കാൻ. തന്റെ പെങ്ങളോട് പറയുകയാണ്, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നീ ഒന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുമോ? അങ്ങനെ പടച്ചവനെ, ഇബ്നു ഉമർ തങ്ങളെ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയുമോ? നിഅമർ റജുലു അബ്ദില്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. അവിടെ മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, അബ്ദുള്ള നല്ലവനാണ്, ഇബ്നു ഉമർ നല്ലവനാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്. പക്ഷേ 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ, പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവേ, ഇബ്നു ഉമർ തങ്ങൾ പറയുകയാ, മരിക്കുന്ന കാലം വരെ പിന്നെ മുടക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ കവാടം അടയ്ക്കാനുള്ള കാരണമെന്താ? ആ പാതിരാത്രിയിലെ 2 റക്അത്താ. പകല് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ എല്ലാവരും കാണുമല്ലോ. പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ നിന്റെ ഭാര്യ അറിയില്ല, നിന്റെ മക്കളറിയില്ല, നിന്റെ കുടുംബക്കാരറിയില്ല, നാട്ടുകാരറിയില്ല, അല്ലാഹു വല്ലാതെ വേറെ ഒരാളും അറിയില്ല. കാരണം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ, പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെക്കൊണ്ടും പറ്റുമല്ലോ. പക്ഷേ രാത്രി നമസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കഴിയില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മളാജ്. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പെങ്ങളെ നിനക്ക് കഴിയില്ല, വാപ്പാ നിനക്ക് കഴിയില്ല, ചെറുപ്പക്കാരാ നിനക്ക് കഴിയില്ല. പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ രാത്രി നമസ്കരിക്കണമെങ്കിൽ അല്ലാഹു സ്നേഹിച്ചവർക്ക് മാത്രമേ നമസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ. രാത്രി നമസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്ക് വേണോ? നീ വിചാരിച്ചാ പോരടി ആമിന, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ വിചാരിച്ച
വ്യഭിചാരിച്ചാ രാത്രി നിസ്കരിക്കാൻ പറ്റൂല. കാരണം അല്ലാഹ് സ്നേഹിച്ചവർക്ക് രാത്രി നിസ്കരിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് രാത്രി മുതൽ തുടങ്ങാൻ പറ്റുമോ? ഒരു 2 റക്അത്ത് പാതിരാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് 5 മണിക്ക് സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് എങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാ കഴിയുമോ ചെറുപ്പക്കാരാ? പ്രതിഫലം അറിയുവോടാ? ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം നിനക്കറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, മഹാനായ പ്രവാചകൻ പറയുകയാണ്, അതാ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് വഴുതുകടിന്ന് പിരിഞ്ഞു പോയി 12 മണിക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിലും ഒന്ന് അലാറം വെച്ച് എഴുന്നേക്കാൻ പറ്റുമോ? എന്നിട്ട് ഒതുവെടുത്തിട്ട് ഭാര്യ കാണാതെ മക്കള് കാണാതെ നിസ്കാര റൂമിന്റെ അകത്ത് പോയി ലൈറ്റ് അണച്ചിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് 2 റക്അത്തും നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കൈ നീട്ടിയിട്ടല്ലാ, കടമാണല്ലാ, രോഗമാണല്ലാ, കച്ചവടം നഷ്ടത്തിലാണല്ലാ, ഒരുപാട് പ്രയാസമാ അല്ലാ, സമാധാനമില്ല അല്ലാ, ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും വേദന മാറുന്നില്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ ഒറ്റയ്ക്കിരുന്നൊന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുവിന്റെ മുന്നിൽ ഇരുന്നിട്ട് കണ്ണിന്റെ മുന്നിൽ അല്ലാഹ് വന്നിരിക്കുകയാ. മുത്തുനബി പറഞ്ഞല്ലോ, രാത്രിയായാൽ അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്ന് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുകയാ. ആരാ ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? ഞാൻ തരാ. ആ സമയത്ത് ഒരു രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ അല്ലാഹുവിനോടൊന്ന് പറയടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, നിനക്ക് പറയാനുള്ള പരാതി നാട്ടുകാരോട് പറയുമല്ലോ, അയൽവാസികളോട് പറയുമല്ലോ, കുടുംബക്കാരോട് പറയുമല്ലോ. എന്ത് പ്രയോജനമാ മോളെ? ആ പറയുന്നത് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുവേ, രാത്രി നമസ്കരിക്കുന്നവൻ അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം ഖുർബത്തുൻ ഇലല്ലാഹ്. അവൻ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 2 വതുകഫിറു ലിസ്സയ്യിആത്ത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, നിസ്കരിക്കാതെ അഹങ്കാരികളെ പോലെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്ത് നടന്നവരല്ലേ. ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ടേ? ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ടേ? അതിനുള്ള വഴി എന്താ? പാപം പൊറുക്കണോ? പാപം പൊറുക്കണോ? ഇന്ന് വരെ നീ എത്ര വലിയ കുലപാതകം ചെയ്താൽ, എത്ര വലിയ പാപം ചെയ്താൽ, എത്ര വലിയ പാപം ചെയ്താൽ അല്ലാഹ് പുറത്തു തരണോ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. പെങ്ങളെ, നീ ആരോടും പറയണ്ട. നീ ചെയ്തു പോയ പാപങ്ങളെ നീ ആരോടും പറയണ്ട. അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? ഈ റജബിന്റെ രാത്രി പടച്ച റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റിരുന്നിട്ട്, രാത്രി 4 മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട്, അല്ലാഹുവേ, എന്റെ കയ്യിൽ ഇങ്ങനെ പിഴവ് പറ്റിപ്പോയി റബ്ബേ എന്ന് പറയാ കഴിയുമോ? നിന്റെ ഇന്നു വരെയുള്ള പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 3ാമത്തെ പ്രതിഫലം എന്താ? പലരും പറയുന്ന പരാതി എന്ത്? ഉസ്താദേ, കള്ളുകുടി നിർത്തണമെന്നുണ്ട്, വ്യഭിചാരം നിർത്തണമെന്നുണ്ട്, പരസ്യമായി പലിശ തിന്നുന്നത് നിർത്തണമെന്നുണ്ട്, നിസ്കരിക്കണമെന്നുണ്ട്. പെങ്ങളെ, ഉസ്താദ്
ഉസ്താദേ എത്ര സീരിയല് കാണില്ലെന്ന് തീരുമാനിച്ചാൽ കണ്ടുപോകുന്ന ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തെറ്റിലേക്ക് വീണു പോകുന്ന ഉസ്താദ് നന്നാകണോ ഉമ്മ, പാപം ചെയ്യാതെ രക്ഷപ്പെടണോ, ഇനിയെങ്കിലും നിനക്ക് നേരെ ജീവിക്കണോ? റസൂലുള്ള പറയുകയാ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ അല്ലാഹു നിന്നെ സംരക്ഷിക്കുകയാ. പാപം ചെയ്യാൻ അല്ല വിടൂല, നിന്നെ തെറ്റ് ചെയ്യാൻ അല്ല വിടൂല, അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 പ്രതിഫലമാണ് ദുആ ചെയ്യാൻ പോകുകയാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ നിസ്കരിക്കുമായിരുന്നു വാപ്പാ. ഈ സദസ്സിൽ ഒരുപാട് പേരുണ്ടല്ലോ, ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങുന്നവർ, വേദന സഹിക്കാൻ കഴിയാതെ ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്നവർ. എന്ന് പറയുന്ന കൂട്ടുകാർ, ഉസ്താദേ ദിവസത്തിന് 1 മണിക്കൂറാവും ഉറങ്ങുന്നത്, കാലിന് വല്ലാത്ത വേദനയാ, ശിവ കൊടുക്കണേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ, പടച്ചവനെ രോഗങ്ങളും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗത്തിന്റെ ഉടമകളുണ്ടല്ലോ. രാത്രി കുടുംബക്കാര് മുഴുവനും കിടന്നുറങ്ങുമ്പോ കട്ടിലിൽ കിടന്ന് കരയുന്ന ഉമ്മ, നിനക്കറിയുവോ രാത്രി നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുവോ? പടച്ചവര് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ. ഇന്നലെ വഴക്ക് പറയാൻ കണ്ണൂര് പടച്ചവനെ ചെറുവാഞ്ചേരിയുടെ പരിസരത്തൊരു വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഉസ്താദേ വാപ്പയുടെ നാവിലെ ക്യാൻസറാ, വായിക്കകത്ത് ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ, മലദ്വാരത്ത് ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ, പടച്ചവനെ മാരകമായ രോഗങ്ങളുള്ളവരുണ്ടല്ലോ. പെങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വമദ്റത്തുൽ ദാഇ അനിൽ ജസദി, രാത്രി നമസ്കരിക്കുന്ന മനുഷ്യ മാരകമായ രോഗം, വലിയ വലിയ രോഗങ്ങൾ അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാതിരാത്രി എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു മാരക രോഗം കൊടുക്കൂല, ക്യാൻസർ കൊടുക്കൂല, ട്യൂമർ കൊടുക്കൂല, കിഡ്നി തകർക്കൂല, ശരീരം തളർത്തൂല, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ കൊടുക്കില്ല. മാരകമായ വലിയ വലിയ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവര്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, മരുന്ന് കൊടുക്കാൻ സഹായിക്കുന്ന പ്രവർത്തകരാ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ക്യാൻസറിന്റെ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. നിന്റെ കിഡ്നിയുടെ പ്രവർത്തനം നശിച്ചു കൊണ്ടിരിക്കുകയാണോ അറിയില്ലല്ലോ. പെങ്ങളെ, ഏതെങ്കിലും മാരക രോഗം നിനക്കുണ്ടോ എന്നറിയില്ലല്ലോ. അത് തട്ടി മാറ്റാനും മരുന്നിന് കഴിയില്ലല്ലോ. അസ്സദഖത്തു റദ്ദുൽ ബലായാ, സദഖയ്ക്ക് കഴിയുമല്ലോ. സംഘാടകര ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു സദഖ എടുക്കുമോരെ, ഒരു സദഖ എടുക്കുവാപ്പാ. മടി കാണിക്കല്ലേ പെങ്ങള്, പാവങ്ങൾക്ക് വേണ്ടിയല്ലോ, രോഗികൾക്ക് വേണ്ടിയല്ലോ. മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ എടുത്തിട്ട് ബക്കറ്റിന്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുവോട് പറയണം, അല്ലാ അറുത്തു മുറിക്കല്ലേ അല്ലാ, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന്
മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ തരല്ലേ അല്ലാ. എന്തെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. ഒരു സദക്ക എടുക്ക്, ഒരു സദക്ക എടുക്ക്. അല്ലാഹു നിങ്ങളെ കൈവിടൂല, അല്ലാഹു നിങ്ങളെ കൈവിടൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാരും ഒന്ന് കൈയിട്ട, പോക്കറ്റ് കൈയിട്, പോക്കറ്റ് കൈയിട്, ഇട്. അൽഹംദുലില്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഒരിക്കലും കൈവിടൂല. അസ്സദഖത്തു റദ്ദുൽ ബലായ, വിപത്തുകളെ സദഖ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അന്ന് വഅദ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഒരു വണ്ടി വന്ന് ഇടിച്ച് റോഡിൽ വീഴാനാ വിധിയെങ്കിൽ അത് തട്ടിമാറ്റാൻ നീ കൊടുക്കുന്ന ഈ 10 രൂപയ്ക്ക് കഴിയും. ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന ഈ ചെറിയ പൈസ കൊണ്ട് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയേക്കാം. മഹാനായി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും കൈയിട്ട പോക്കറ്റി വെച്ചതുണ്ടോ എന്ന് നോക്ക് ചങ്ങാതി. വെച്ച് നീ വിചാരിച്ച ഓസിന് കിട്ടുമെന്നില്ല. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്താൽ സ്വീകരിക്കും, മുതഅല്ലിമീങ്ങൾ ദുആ ചെയ്താൽ സ്വീകരിക്കും, സയ്യിദന്മാർ ദുആ ചെയ്താൽ സ്വീകരിക്കും, പ്രവാചകന്മാർ ദുആ ചെയ്താൽ സ്വീകരിക്കും. പക്ഷെ അതിനേക്കാളും മുകളിലാണ് മലക്കിന്റെ ദുആ, അള്ളാഹുവിന്റെ മലക്കിന്റെ ദുആ. ഈ സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇട്ടാൽ മലക്ക് ദുആ ചെയ്യും. ഉള്ളതിൽ പങ്ക് കൊടുത്തു റബ്ബേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കൈകെട്ടിയിരുന്നാൽ ഉണ്ടായിട്ടും കൊടുത്തില്ല അല്ലാഹ്, നീ പിടിച്ചു വെക്കണേ അല്ലാഹ്. എന്തായാലും ഒന്നീ അനുകൂലം അല്ലെങ്കിൽ എതിര്. അതുകൊണ്ട് മലക്കിന്റെ ദുആ. ചങ്ങാതി കണ്ണാടിയിട്ട് ചങ്ങാതി, സ്പീഡ് വേണ്ട, പതുക്കെ പോയാൽ മതി. എപ്പോഴൊന്നുമില്ല, പൈസ മേടിച്ചിട്ട് പോയാൽ മതി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹുവെ, 11 മണി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, മദീപ 11 മണി കഴിഞ്ഞു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ 11:10 ഞാൻ കണ്ടില്ലാട്ടാ. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരെണ്ണം കൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. 4 എണ്ണം പറഞ്ഞില്ലേ, ഒരെണ്ണം കൂടെ പറയട്ടെ. ഇരിക്കുമോ? ഇരിക്കുവോ? 5 പ്രതിഫലമല്ലേ? ഒരെണ്ണം കൂടെ പറയാം ഇരിക്കുമെങ്കിൽ. ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? കൈവക്ക് വേണമെന്നുള്ളവർ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരെണ്ണം കൂടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പാതിരാത്രിയിലെ നമസ്കാരത്തിന് പടച്ചിറപ്പ് തരുന്ന പ്രതിഫലം എന്താണ്? 5 പ്രതിഫലമാണ്. അതിൽ 4 എണ്ണം പറഞ്ഞു. 4ാമത്തെ പ്രതിഫലം എന്താ? മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുകയാ. 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതനാണ് ജുനൈദുൽ ബഅദാദി തങ്ങളുണ്ടല്ലോ. അവിടെ മരണപ്പെടുകയാണ്. പെങ്ങളെ ഉറങ്ങല്ല്, ചെറുപ്പക്കാരാ കേൾക്കടാ. പ്രായം ചെന്ന മരണം കാത്തിരിക്കുന്ന വാപ്പാ, ഇനിയെങ്കിലും ഈ വയസ്സാകാലത്തെങ്കിലും മരണത്തോടടുത്തിരിക്കുന്ന സമയത്തെങ്കിലും നിനക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴിയാ. മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങൾ അവിടെ മരണപ്പെട്ടു. മയ്യത്ത് കൊണ്ടുപോയി കബറടക്കുകയാണ്. മയ്യത്ത് കൊണ്ടുപോയി കബറടക്കുകയാണ്. പടച്ചവനെ, ജനാസ കബറടക്കി. ഒരു ദിവസം ശിഷ്യന്മാര് സ്വപ്നം കാണുകയാണ്. ജുനൈദുൽ ബഅദാദി തങ്ങളുടെ സ്വപ്നം കാണുകയാണ്. ഉസ്താദിനെ സ്വപ്നം കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു, ഉസ്താദേ മരിച്ചു കിടന്നപ്പോ ശരീരത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ. മയ്യത്ത് കുളിപ്പിക്കുമ്പോ, മയ്യത്ത് പൊതിയുമ്പോ, കബറിലേക്ക് ഇറക്കുമ്പോ വല്ലാത്ത ഒരു പരിമളമായിരുന്നു, വല്ലാത്ത ഒരു സുഗന്ധമായിരുന്നു. ഉസ്താദേ മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ. അതിന്റെ കാരണമെന്താ? അതിന്റെ കാരണമെന്താ? പ്രിയപ്പെട്ട ജുനൈദുൽ ബഅദാദി തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് ചോദിക്കുകയാണ്, അല്ലാഹു നിങ്ങൾക്കൊരു നല്ല മരണം നൽകിയല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശിയല്ലോ, അതിന്റെ കാരണം ചോദിച്ചപ്പോ ജുനൈദുൽ ബഅദാദി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അത് രാത്രിയിലെ നമസ്കാരത്തിന് അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ. അതിരാത്രി
നമസ്കരിച്ചതിന് പടച്ച റബ്ബ് എനിക്ക് തന്നതാ. വേണോ ബാപ്പാ? ഈമാനുള്ള മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരണം വേണോ? ശഹീദിന്റെ മരണം വേണോ? മരിച്ചു കിടക്കുമ്പോ മുഖത്ത് പ്രകാശം വേണോ? മുഖത്ത് പുഞ്ചിരി വേണോ? കൊതിപ്പിക്കുന്ന മരണം വേണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ മയ്യത്ത് കാണുന്ന ഓരോ പെണ്ണും വിചാരിക്കണം, നീ മരിച്ചതുപോലെ മരിക്കാ, നീ മരിച്ചതുപോലെ മരിക്കാ. ഓരോ പെണ്ണും കൊതിക്കണം പെണ്ണ്, ഓരോ പെണ്ണും കൊതിക്കണം പെണ്ണ്. അങ്ങനെയുള്ള ഒരു മരണം നിനക്ക് വേണോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അവർക്ക് നാളെ വിചാരണയില്ലാതെ അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖാതിമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്ന, ഉസ്താദ്, അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? എന്റെ വാപ്പയോടല്ല, എന്റെ ഉമ്മയോടല്ല, എന്റെ ഭാര്യയോടല്ല, എന്റെ മക്കളോടല്ല, എന്റെ കൂടപ്പിറപ്പുകളോടല്ല, എന്റെ കുടുംബക്കാരോടല്ല, എന്റെ കൂട്ടുകാരോടല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവേ, അതാ പരിശുദ്ധമായ അവിടുന്ന് പറയുന്ന സൽക്കർമ്മങ്ങളെയാ. ഹസനാതി മഹബൂബാ, ഞാൻ ഖുർആൻ നമസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവര്, നിങ്ങൾ സ്നേഹിക്കാൻ തീരുമാനിക്ക്. എന്റെ ചെറുപ്പക്കാരാ, ഖുർആനിനെ സ്നേഹിക്കടാ പൊന്നുമോനെ, ഖുർആനിനെ സ്നേഹിക്ക്. നിങ്ങളൊക്കെ പാട്ട് കേട്ടിട്ട് കിടന്നുറങ്ങുമല്ലോ. എല്ലാരും പാട്ട് കേട്ടിട്ടാ കിടന്നുറങ്ങണേ. നീ വിചാരിച്ചു ഏറ്റവും വലിയ സംഗീതം യേശുദാസിന്റെ പാട്ടാ, അല്ലെങ്കിൽ ചിത്രയുടെ പാട്ട്? ആരാ പറഞ്ഞേ? എടാ പൊന്നുമോനെ, നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോ ആ പാട്ടൊക്കെ മാറ്റിയിട്ട് ആ സുദൈസിയുടെയോ അല്ലെങ്കിൽ മക്കത്തും മദീനത്തൊക്കെ ഓതണ ഖുർആൻ ഒന്ന് കേട്ടു നോക്കടാ. ഏറ്റവും വലിയ മനോഹരമായ, ഏറ്റവും വലിയ സംഗീതം ഖുർആനാടാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ചിലപ്പോൾ ഒരു ദിവസം കേൾക്കുമ്പോൾ അത്ര തോന്നില്ല, പക്ഷെ അവസാനം ഒരു 2 ദിവസം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാതെ നിനക്ക് ഉറങ്ങാൻ പറ്റൂല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തൊരു ലഹരി എന്നറിയോ, എന്തൊരു ലഹരിയാണെന്നറിയോ ഖുർആൻ. ആ ഖുർആൻ ഒന്ന് കേൾക്കടാ മോനെ. ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം ഖുർആൻ. ആ ഖുർആൻ നീ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. ഖുർആനിനെ സ്നേഹിക്കുക, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുക. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ ചിലരുടെയൊക്കെ മയ്യത്ത് കബറടക്കാൻ പോകും. ചിലരുടെയൊക്കെ മയ്യത്ത് കബറടക്കാൻ പോകുമ്പോ പള്ളി നിറയെ ആളായിരിക്കും. ചിലപ്പം വെള്ളിയാഴ്ചയായിരിക്കും മരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ചോദിക്കും, ഇത്ര ആൾ എവിടുന്ന് വന്നടാ? ഇവൻ ആരാ? ഒരു സാധാരണ ഒരു മനുഷ്യൻ മരിച്ചപ്പോ പള്ളി നിറയെ ആള്. രാഷ്ട്രീയക്കാരനല്ല, സമ്പന്നനല്ല, ഏതോ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവൻ മരിച്ചപ്പോ പള്ളി നിറയും ആള്. അങ്ങനെയുള്ള മരണം അല്ലാഹു നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട സ്വഹാബി അല്ലാഹുവേ പടച്ചവനെ, ആ സഹാബിയുടെ മയ്യത്ത് കബറടക്കാൻ, ജനാസ നമസ്കരിക്കാൻ പള്ളി നിറയെ ആള്. പതിവിൽ കൂടുതലായിട്ട് മയ്യത്ത് നമസ്കാരത്തിന് ആള് കൂടി. സഹാബത്ത് പരസ്പരം പറയുകയാ, എങ്ങനെ ഈ ആള് വന്നു? ഇയാൾ ആരാ? ഒരു സാധാരണ മനുഷ്യൻ, പക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളി നിറയെ ആള് വന്നല്ലോ. ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുകയാ. മുആവിയ റളിയല്ലാഹു തആല അൻഹു, റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നി. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ജിബിരിയിലെ ഇത്രയും ആള് ഈ പാവപ്പെട്ടവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരാൻ കാരണമെന്താ? മുആവിയ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട സ്വഹാബിയുടെ മയ്യത്ത് നമസ്കരിക്കാൻ ഇത്രയും ആള് വരാനുള്ള കാരണമെന്താ? യാ റസൂലല്ലാഹ്, മുത്തി നബിയെ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചതുകൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ടാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ട്, ഒരു സൂറത്ത് പാരായണം ചെയ്തത് കൊണ്ട് അല്ലാഹുവേ, മയ്യത്ത് നമസ്കരിക്കാൻ ജനസാഗരം ഉണ്ടായെന്ന് ചരിത്രം പറയുമ്പോ ഇന്നിവിടെ കൂടിയവരോട് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ പള്ളിയും പുറം പള്ളിയും നിറഞ്ഞ് നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അല്ലാഹു ഇഷ്ടപ്പെട്ടവര് വരും. പെങ്ങള് വരും. 40 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ദുആയിക്ക് ഉത്തരം കിട്ടുമെന്നാണ്. നിന്റെ മയ്യത്ത് ഇവിടെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ പടച്ചവനെ, 100 കണക്കിന് പേര് പള്ളിക്കകത്ത് വന്ന് നിന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, നീ ഖബർ വിശാലമാക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, ഈ മനുഷ്യന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. 100 കണക്ക് പേരുടെ ദുആ വേണോ? 100 കണക്കിന് പേരുടെ ദുആ വേണോ? റസൂലുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ, ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ, ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ഈ സദസ്സിലിരിക്കുന്ന പിഞ്ചു മക്കൾക്ക് വരെ അറിയുന്ന സൂറത്താ. നിങ്ങൾക്ക് കഴിയുമോ? ഇതിനെ സ്നേഹിച്ചാൽ നിങ്ങളുടെ മരണം നന്നാവുകയാ, നിങ്ങൾക്ക് നല്ല മരണം കിട്ടുകയാ. അതുകൊണ്ട് 33 വർഷക്കാലം പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ നടന്ന ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയുന്ന, ഉസ്താദേ, ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച ഒന്നാമത്തെ അറിവെന്തെന്നറിയുമോ? ആരെ സ്നേഹിച്ചാൽ അവര് ഖബർ വരെ വരൂ. അതുകൊണ്ട് ഞാൻ ഖബറിന് ശേഷം എന്റെ കൂടെ വരുന്ന ഒരാളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബാ, ഞാൻ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഉറക്കപ്പറ ചെയ്തൂടെ? ഏത് അമല് ചെയ്യും? എന്ത് ചെയ്യും? നീയോ അല്ലാഹയും മാത്രം അറിയുന്ന രഹസ്യമായിട്ടൊരു അമല് വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം. ഞാൻ ഒരു അമല് പറഞ്ഞു തരാം, രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു അമല്. ആരും അറിയില്ല, നീ ആരോടും പറയാതിരുന്നാൽ മതി. ഒരാളും അറിയുകയുമില്ല, ഒരാളോട് പറയുകയും ചെയ്യരുത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്ന ഈ ഒരു അമല് ചെയ്താൽ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അതല്ലേ വേണ്ടത്? നിനക്ക് സ്വർഗവും കിട്ടും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഒരു ചെറിയ ഒരു സൽക്കർമ്മം ഞാൻ പറഞ്ഞു തരാം, ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയും, നബിയെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കേട്ടോ നബിയെ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ നബിയെ അതിൻ്റെ വിവക്ഷ? പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഓരോ സഹാബികളും കണ്ട സ്വപ്നങ്ങൾ പറയാറുണ്ട്. നമ്മളും കാണാറുണ്ട് സ്വപ്നം, ഇല്ലേ? നമ്മൾ കാണുന്ന സ്വപ്നം എന്താ? പട്ടി അടിക്കാൻ വരുന്നു, പാമ്പ് കൊത്താൻ വരുന്നു, തലയ്ക്ക് ആരോ തലയിൽ ഒലക്കെടുത്ത് അല്ലുന്നു, മരിച്ചു പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന സ്വപ്നം. നമ്മൾ നല്ലതൊന്നും കാണത്തുമില്ല. എന്നിട്ട് ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ, പട്ടി കടിക്കാൻ വന്ന എന്താ അർത്ഥം? സത്യം പറഞ്ഞാൽ ഈ ദുസ്വപ്നങ്ങൾ പറയാൻ പാടുണ്ടോ? പറഞ്ഞങ്ങാതി പറയാൻ പാടുണ്ടോ? ദുസ്വപ്നങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണ്ടേ? ഒരാള്, പടച്ചോനെ, സദസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലാഹ്, ഇത് ഖബറിനെ കുറിച്ച് പറയുമ്പോ എല്ലാം പോയിട്ടാ. സുബ്ഹാനല്ലാഹ്, സുലൈമാക്ക് വെള്ളം ഒഴിച്ചു തരാൻ പോലും ആരുമില്ല കേട്ടാ.
പൊന്നാരി ചങ്ങായിമാർ ആരെങ്കിലും കയറിയില്ല, ശ്മശാനത്തിലാ കയറിങ്ങോട്ട്. ഞാൻ വിചാരിച്ച ആരോ പുറകിലുണ്ടെന്ന്. അസറായിലല്ല, അള്ളാഹു അദൃശ്യമാറാകട്ടെ. ബക്കറ്റ് കളശന് സമയമായോ? എൻ്റെ പൊന്നാര് ചങ്ങാതി, ഈ ഇരിക്കുന്നവരെ ഓടിക്കല്ലേ, അടയിരി. ദുസ്വപ്നങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണം? പറ ചങ്ങാതിമാരെ. എടാ, ഒരാള് രാത്രി കിടന്നുറങ്ങുകയാ, ആ മനുഷ്യനെ പാമ്പ് കടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പട്ടി കടിക്കണതായിട്ട് സ്വപ്നം കണ്ട എന്ത് ചെയ്യണം? ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്നാൽ എന്ത് ചെയ്യണം? എന്തപ്പോ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? നിങ്ങൾ എന്താ ചെയ്യാറ്? എന്തപ്പ ചെയ്യാറ്? സുബ്ഹാനല്ലാഹ്. ഒരാള് ദുസ്വപ്നങ്ങൾ കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഇടതു ഭാഗത്തിങ്ങനെ 3 പ്രാവശ്യം തുപ്പണമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യണം? പറ. ഹദീസ് വേണമെങ്കിൽ നാളെ ഞാൻ പറഞ്ഞുതരാം, ഇന്നില്ല. ഞാൻ വിചാരിച്ചു ഇത് പണ്ടത്തെ ഉമ്മാമ്മമാര് ചുമ്മാതെ പറയണയാണ്. പാവങ്ങൾ ചുമ്മാന്ന് പറഞ്ഞല്ലത് ഹദീസ് തന്നെ ഉണ്ട്. ഒരു ദിനം ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ട് 300 ഏകദേശം 7 മാസമായിട്ട് മുടങ്ങാതെ ഞാനൊരു ഹദീസ് ഇടും എല്ലാ ദിവസവും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ. അതിനകത്ത് ഞാൻ ഈ ഹദീസ് വ്യക്തമായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഇത് കള്ളവല്ല. ഒരാൾ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ തുപ്പണമെന്നാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പം നാളെ ഇന്ന് രാത്രി വീട്ടിൽ പോയി കിടന്നു, രാത്രി എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റിട്ട് 3 പ്രാവശ്യം ഒരൊറ്റ തുപ്പല. ആരാ? ആമിനയുടെ മുഖത്ത് അടുത്ത് കിടക്കണ ഭാര്യ. ഉസ്താദ് പറഞ്ഞ തുപ്പണമെന്നല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ടിട്ട് ചാടി എഴുന്നേറ്റിട്ട് ഒരൊറ്റ തുപ്പൽ. ആര്? നിന്റെ ഇക്ക. തുപ്പിയത് മാത്രമേ നിനക്ക് ഓർമ്മ കാണത്തുള്ളട്ടാ. തുപ്പണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സാറേ, പാമ്പിനെ കണ്ടാൽ എന്താ, പട്ടിയെ കണ്ടാൽ എന്താ? ഒന്നുമില്ല. അതന്നെ, കടിക്കണമെങ്കിൽ കടിക്കും, മരിക്കണമെങ്കിൽ മരിക്കും. അത് പറ്റൂലല്ലോ. പാമ്പ് കടിക്കാൻ വിധിയുണ്ടെങ്കിൽ കടിക്കും. അതല്ലേ മഹാന്മാര്. ഒരു മഹാൻ ഇങ്ങനെ ഇബാദത്ത് ചെയ്തിരുന്നപ്പോ ഒരു പാമ്പ് വന്നു അത്രേ. എല്ലാരും ഓടുക. ഇത് വന്നപ്പോ ആ പാമ്പിനോട് പറയുക, അള്ള കൊത്താൻ അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ കൊത്ത്, ഇല്ലെങ്കിൽ നീ നിന്റെ പണി നോക്കി പാടി. നമ്മളോ മരത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ടാവും പാമ്പ് വന്ന. അള്ള എന്നെ കൊത്താൻ നിനക്ക് അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ നീ കൊത്തിക്കോ, ഇല്ലെങ്കിൽ നീ നിന്റെ പണി നോക്കിയപ്പോ അള്ളാഹ് അടുത്ത് പറയേണ്ടി വരും. അതന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ദുസ്വപ്നങ്ങൾ കണ്ടാൽ ആരോടും പറയരുത്. നല്ല സ്വപ്നങ്ങൾ കണ്ടാലും മറച്ചു വെക്കണം. പറയാനുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാതെ മൈക്കെട്ടി വിളിച്ചോണ്ട് പറയാ, ഞാൻ മുത്തുനബിയെ കണ്ടു 5 വട്ടം കണ്ടു, കഅബ കണ്ടു, റൗള കണ്ടു. പറയാൻ പാടുണ്ടോ? ഇല്ല. അത് അള്ളാഹ് നിനക്ക് തന്ന ഭാഗ്യം. അത് അള്ളാഹ് നിനക്ക്. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഞാൻ 3 വട്ടം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടു. കാരണം പ്രവാചകൻ കണ്ടതാ, മുത്തുനബിയെ കണ്ടതാ. ഇബ്ലീസ് വരൂലല്ലോ. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? ചിലപ്പോൾ പറയാം, ചിലപ്പോൾ പറയരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ എന്തേ പറഞ്ഞേ? രഹസ്യമായ ഒരു അമല്, രഹസ്യമായിട്ടൊരമല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സഹാബികൾ മുഴുവനും വന്ന് ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ പറയുമ്പോൾ ഈ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുക, പടച്ചവനെ ഞാൻ ഒരു സ്വപ്നവും കാണുന്നില്ലല്ലോ, അല്ലാഹ് കുറെ കാലമായല്ലോ. എല്ലാരും ഇങ്ങനെ വന്ന് കണ്ടിട്ട് അതിന്റെ വ്യാഖ്യാനങ്ങൾ ചോദിച്ചിട്ട് പോകുന്നു. ഞാനാണെങ്കിൽ ഒരു സ്വപ്നവും കാണുന്നില്ല, അല്ലാഹ് എന്താ പടച്ചവൻ? വലിയ വിഷമം. ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു ഫാനൊക്കെ ഓഫാക്കിയ കിബില എങ്ങോട്ടാ? അപ്പൊ ഇവിടെ ഇങ്ങോട്ടാ. കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ത് ചെയ്യരുത്? കിബിലയുടെ നേരെ തുപ്പാൻ പാടുണ്ടോ?
പാടില്ല. തുപ്പാറില്ലേ? എന്താ ശിക്ഷയെന്നറിയോ? കിബിലയുടെ നേരെ തുപ്പിയാ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ? ആ തുപ്പുന്ന തുപ്പൽ നിന്റെ നെറ്റിയിൽ വന്നിരിക്കുന്ന ആളെ ഖിയാമത്ത് നാളിൽ നാണം കെടുത്തി കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടപ്പോൾ വലിയ വിഷമം. അന്നിങ്ങനെ മസ്ജിദ് നബവിയിൽ രാത്രി കിടക്കാം. രാത്രി മസ്ജിദ് നബവിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇൻ കുന്ത തഅലമു ഫീ ഖൈറൻ ഫഅറത്ത ലൈലത്ത റുഇയ. അല്ലാഹുവേ, എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു സ്വപ്നം കാണിച്ചു തരണേ അല്ലാഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് പറയുകയാ, മസ്ജിദ് നബവിയിലാ കിടക്കുന്നേ, അല്ലാഹുവേ, എന്നിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി ഒരു സ്വപ്നം കാണണം. നീ എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ. അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞു ചോദിക്കാം. അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു. അങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങി. നമ്മളെന്താ ഉറങ്ങുന്ന രംഗമൊന്നും പറയണ്ട. നമ്മൾ ഉറങ്ങണ എന്തിനെ വെട്ടിയിട്ടതുപോലെ ഒറ്റ കിടത്തി. അങ്ങനല്ല. ഉറങ്ങുമ്പോൾ ദുസ്വപ്നങ്ങൾ കാണുന്നവർ എന്തുകൊണ്ട് കാണുന്നു? കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹയ്യ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയാ ഒരു പാമ്പും കടിക്കാൻ പറ്റില്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ആകെ ഒരാളെ വരത്തുള്ളൂ. ആര്? അസ്റായീൽ മാത്രം. ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ ആ വീടിൻ്റെ അകത്ത് നിന്റെ ചാരത്താരേ വരൂ? അസ്റായീലേ വരൂ, വേറെ ആരും വരൂല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസി പോയിട്ട് ഒരു ഫാത്തിഹ പോലും ഓതത്തില്ല. നമ്മളൊക്കെ പോയി ഒറ്റ കിടത്തെ TV കണ്ടിങ്ങനെ ഉറങ്ങും, മൊബൈൽ കണ്ടങ്ങ് ഉറങ്ങും. ഇപ്പം പിന്നെ വയല് കേട്ട് ഉറങ്ങി തറയില്ല. അതന്നെ അവസ്ഥ.